ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കഴിക്കുന്നതിനെക്കാട്ടി നല്ലൊരു അടിപൊളി, അതിനേക്കാളും ടേസ്റ്റിൽ നല്ലൊരു അടിപൊളി ബിരിയാണി ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇത് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചതാണ് കേട്ടോ, ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി. നമ്മൾ ഒരുപാട് ചിക്കൻ ബിരിയാണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ അടിയിൽ വന്നിട്ടുള്ളൊരു കമൻറ്റാണ് ബീഫ് ബിരിയാണി ഇടുമെന്നുള്ളത്. അത് കാണുമ്പോൾ തന്നെ അറിയില്ല, നല്ല ടേസ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനാണെങ്കിലും എളുപ്പമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാൽ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഏത് ബിരിയാണി വെക്കുകയാണെങ്കിലും അതിൻ്റെ ഇറച്ചി ആദ്യം തന്നെ കഴുകിയിട്ട് വെള്ളം പാരാൻ വേണ്ടി വെക്കുക. നല്ലപോലെ കഴുകിയതിൻ്റെ ചോര പോകുന്നവരെ കഴുകിയതിന് ശേഷം വെള്ളം പാരാൻ വേണ്ടി മാറ്റി വെക്കുക. പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ആദ്യം റെഡിയാക്കി വെച്ച് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് എല്ലാതും ഒക്കെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് ചായച്ചെടുക്കാനുള്ളതാണ്. 150 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 100 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി നിർബന്ധമല്ല, പക്ഷേ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പാലക്കാടൻ ബിരിയാണിക്കാണ് ചെറിയ ഉള്ളി നിർബന്ധമുള്ളൂ. ഇങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ എനിക്ക് ചെറിയ ഉള്ളി നിർബന്ധമല്ല, ഇട്ടാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഞാനിത് അരഞ്ഞ് കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയും ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട് ഇഞ്ചി. നമ്മളെല്ലാം അത് മിക്സിയിലിട്ട് നല്ലപോലെ പൾസ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടല്ല ഞാനത് അരച്ചിരിക്കുന്നത്. ഇത് അതേപോലെ ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് ഞാനത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കതവിടെ മാറ്റി വെക്കാം. പിന്നെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചതാണ്, നിങ്ങൾ ഇത്ര നൈസാക്കിയിട്ട് എങ്ങനെ എന്തിൽ വെച്ചിട്ടാണ് ഉള്ളി അരിയണത്. എന്തിലും അല്ല കേട്ടോ, കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കത്തിയായിട്ടാണ് ഞങ്ങളിത് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല, ചോദിച്ചതുകൊണ്ട് അതൊന്ന് കാണിച്ചത് മാത്രം. പിന്നെ അത് വെള്ളമൊക്കെ നല്ലപോലെ വാർന്ന ബീഫിന് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 കിലോ ബീഫാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, അതിലെല്ലാം പാടെ ചേർത്തിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് മാത്രം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 കിലോ ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പാടെ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. മിക്സ് ആക്കണമെന്ന് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ ബീഫ് ബിരിയാണി വെക്കാനായാലും വരട്ടാനായാലും ചെറിയൊരു എല്ലോട് കൂടിയിട്ട്, കടിച്ചാൽ തട്ടുന്ന എല്ല് കിട്ടുമല്ലോ, അങ്ങനെ ഒരു എല്ലോട് കൂടിയിട്ട് വാങ്ങുക. അതുപോലെ വലിയ പീസാക്കരുത്, ചെറിയ പീസും ആക്കരുത്, ഒരു മീഡിയം സൈസ് പീസാക്കി എടുക്കുക. വലിയ പീസാക്കിയിട്ടുണ്ട് പറഞ്ഞാൽ വേകാൻ ബുദ്ധിമുട്ടാണ്, ചെറിയ പീസായി പറഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞും പോകും. ഇനി നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിൽ വേണോ ബീഫ് വേകാൻ ആവശ്യമായിട്ടുള്ള വെച്ചാൽ അതിനനുസരിച്ചിട്ട് വിസിൽ അടുപ്പിച്ചിട്ട് വേവിച്ച് വെക്കുക. ഞാനിപ്പോൾ ഇത് 2 വിസിൽ അടിച്ചിട്ടുള്ളൂ. ഇത് ഒരുപാട് മൂക്കാത്ത ബീഫാണ്. ബീഫ് പറഞ്ഞത് മൂരിയിറച്ചിയല്ല കേട്ടോ, പോത്താണ്. അപ്പോൾ അത് 2 വിസിൽ വന്ന് ഞാൻ ഫ്ലെയിം ഓഫാക്കി. ഇനി അതിൻ്റെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അത് ഞാൻ ഒരു അകലുള്ള പാത്രം വെച്ചിട്ടുണ്ട്, ഒരു വായു വട്ടമുള്ള ഒരു പാത്രം വെച്ചതിന് ശേഷം 2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഓയിൽ തന്നെ എല്ലാത്തിനും എടുക്കണത്, അതുകൊണ്ടാണ് ഇതിലേക്ക് 2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചോറ് ദമ്മിടാൻ ആവശ്യമായിട്ടുള്ള ഒരു ഉള്ളി നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇത് വലിയ ഒരു ഉള്ളിയാണ്, അത് നല്ല കനല്ലാതെ അരിഞ്ഞിട്ട് ഞാനതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ ഉള്ളി ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം ഉള്ളി ഇടുക. ഉള്ളി ഇടുമ്പോൾ എണ്ണ ചൂടില്ലെങ്കിൽ ഉള്ളി എണ്ണ കുടിക്കും. പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ടെങ്കിലും ഉള്ളി കുഴഞ്ഞ പോലെ ഉണ്ടാവും. ഇത് എല്ലാ വീഡിയോൻ്റെ അടിയിലും വരുന്നൊരു കമൻറ്റാണ്, ഉള്ളി കുഴഞ്ഞു പോണത് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലാത്തിലും പറയുന്നുണ്ട്, എന്നാലും ചോദിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്, മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതിന് ശേഷം നമ്മൾ ഉള്ളി വറുത്ത് കോരിയതിന് ശേഷം നല്ലപോലെ കൈ കൊണ്ട് വിടർത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ അണ്ടിപ്പരിപ്പോ മുന്തിരിയൊക്കെ വറുക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ആ എണ്ണയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു തക്കോല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5-6 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തുണ്ട് പട്ട, 1 തുണ്ട് പട്ട എടുത്ത് 2ആക്കി പൊടിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 5-6 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ ബേ ലീഫ് വരുന്നപ്പോൾ അതിൻ്റെ ഞാൻ 1 തുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കസുകസാണ്, 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാജീരകം എടുത്തിട്ടുണ്ട്, വലിയ ജീരകം എടുത്തിട്ടുണ്ട്, ഒക്കെ 1/2 ടീസ്പൂണാണ് കേട്ടോ. വെള്ള കസുകസ് നിർബന്ധമൊന്നുമില്ല, ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും.
അത് ബിരിയാണിയിലേക്ക് എടുക്കുന്ന സാധനമാണ് ഷാജീരകവും കസുകസൊക്കെ. പിന്നെ നമ്മളിതാ ഉള്ളി ഒക്കെ കനല്ലാതെ മുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കനല്ലാതെ മുറിച്ചെടുക്കുന്നത്. അത് ഞാനൊരു 800 ഗ്രാം എടുത്തിട്ടുണ്ട്. 2 കിലോ ബീഫിനുള്ള മസാലയാണ് ഞാനിത് പറയുന്നത്. നമ്മൾ 1.5 കിലോന് അരി വെച്ചിട്ട് ബിരിയാണി ഉണ്ടാകുമ്പോൾ 1.5 കിലോ ബീഫ് മതി. പക്ഷേ ഞാനിതിലേക്ക് ഒരു 1/2 കിലോനും കൂടി കൂടുതൽ എടുത്തിരിക്കുകയാണ്. പിന്നെ ഉള്ളി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കുറച്ച് നേരം ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് ഇതാ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു പിടി മല്ലിയില ഒരു പിടി പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും പുതിനയിലയും എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഒക്കെ പാടെ ചതച്ചതല്ലേ, അതിൽ നിന്ന് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ളതിൽ നിന്ന് ഞാൻ 3/4 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ 1/4 ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ട് കേട്ടോ. എണ്ണയിലിടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് പകുതി ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ പച്ചമണക്കൊന്ന് മാറി വരട്ടെ. പച്ചമണക്കം മാറിയതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള തക്കാളിയൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. 600 ഗ്രാം തക്കാളി, 6 വലിയ തക്കാളിയാണ്. നമ്മൾ എണ്ണം പറയുമ്പോൾ ചിലർ പറയും ഗ്രാം കണക്ക് പറയാൻ വേണ്ടിയിട്ട്, അതാണ് ഗ്രാം കണക്ക് എഴുതിയിരിക്കുന്നത്. വലിയ തക്കാളി ആകുമ്പോൾ 6 എണ്ണം എടുക്കുക. മീഡിയം സൈസ് ആകുമ്പോൾ ഒരു 8 എണ്ണം 9 എണ്ണമൊക്കെ എടുക്കുക 2 കിലോ ബീഫിന് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് സോഫ്റ്റായി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. നമ്മൾ ഇതിലേക്ക് ഇത്ര നേരം മസാല ഉപ്പിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ നമ്മൾ എടുത്ത് വെച്ച ചായച്ച് വെച്ച ബാക്കി ഉണ്ടായിരുന്ന മുഴുവനും ഇട്ട് കൊടുത്തിട്ട് അതും നല്ലപോലെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുക. അതിന് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളുടെയും പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 200 ഗ്രാം തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പുളിയുള്ള തൈരല്ല, മീഡിയം സൈസുള്ള പുളി. അപ്പോൾ ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ മസാലേൻ്റെ പുളി നിങ്ങളിടുന്ന തക്കാളിക്ക് പുളി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് തൈര് ഒഴിച്ച് കൊടുക്കുക. തൈര് ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകുള്ളൂ. ഓരോന്ന് ഇടുമ്പോഴും നല്ല പോലെ ഇളക്കി അതിൻ്റെ എണ്ണ തെളിയുന്ന വരെ വഴറ്റി കൊടുക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക ബിരിയാണിക്ക്. ഇപ്പോൾ അതാ ബീഫിൻ്റെ പ്രഷർ മുഴുവനും പോയതിന് ശേഷം നമ്മൾ മസാലയിലേക്ക് ബീഫിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് 3/4 ഭാഗം ഞാൻ ഈ മസാലയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മസാലയിൽ ഈ ബീഫിൻ്റെ വെള്ളത്തിൽ കിടന്നിട്ട് ഈ മസാല നല്ലപോലെ വെന്ത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരണം. അപ്പോൾ മസാലേൻ്റെ ഒരു കളറൊക്കെ ഒന്നൊരു വ്യത്യാസമാവും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിയിട്ടോ. അപ്പോൾ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയില്ല മസാല നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന കളറല്ല, ഇപ്പോൾ കളറേ വ്യത്യാസമായി വന്നിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടി ഞാൻ മല്ലിയിലയും പുതിനയിലയും പാടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മല്ലിയിലയും പുതിനയിലയും ഇഷ്ടമില്ലാത്തവരുണ്ടായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇടണം നിർബന്ധം ഇടണം, കുറച്ചെങ്കിലും ഇടണം കേട്ടോ, അപ്പോഴാണ് ബിരിയാണിൻ്റെ ഫ്ലേവർ കിട്ടുള്ളൂ. ഇഷ്ടമില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് ഒഴിവാക്കുക, പക്ഷേ കുറച്ചെങ്കിലും ഇടണം, അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകുക. ഇപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ വറ്റിച്ച് അത് നല്ലപോലെ എണ്ണ ഒക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം ബീഫിലുണ്ടാകുന്ന ബാക്കിയുള്ള വെള്ളവും ബീഫും പാടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബീഫ് 3/4 വേവ് 99% ഞാൻ വേവിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള വേവ് ഇനി മസാലയിൽ കടന്നിട്ട് വെന്ത് കിട്ടണം. ഇപ്പോൾ അത് ഞാൻ ഇട്ടിട്ട് ബീഫ് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ അത് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് തിള വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചോറിനുള്ള അരി ഒന്ന് കഴുകി കുതിരാൻ വേണ്ടി മാറ്റി വെക്കുക. ഞാൻ 1.5 കിലോ ജീരകശാല അരി എടുത്തിരുന്നത്. അത് നല്ലപോലെ 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് 20 മിനിറ്റ് അവിടെ കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ തിള വന്നിട്ടുണ്ട്. തിള വന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അടി ചേർത്തി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇത് നമ്മൾ വേവിച്ചെടുക്കണം. ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ്. അപ്പോഴേക്കും നമ്മുടെ ചോറ് വേകുമ്പോഴേക്കും ബീഫിൻ്റെയും വെള്ളമൊക്കെ നല്ല പോലെ വറ്റിയതിന് ശേഷം നല്ല ടേസ്റ്റോട് കൂടി ആയിട്ടുണ്ടാവും കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ലോ ഫ്ലെയിമിൽ ഞാൻ അവിടെ ഇട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ചോറ് വെക്കാൻ തുടങ്ങാം. അതിന് ഞാനിതൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ചോറ് വെക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 20 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച അരിനെ ആദ്യം തന്നെ വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെക്കുക. ചോറ് വെക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ അരി വാര വെക്കണം കേട്ടോ.
അപ്പോഴാണ് വെള്ളം തിളക്കുമ്പോഴേക്കും നല്ലപോലെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടുള്ളൂ. പിന്നെ ചട്ടി വെച്ചിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചോറിലേക്ക് ഞാൻ ഒരുപാട് എണ്ണയും നെയ്യും ഒഴിച്ച് കൊടുക്കുന്നില്ല, നമ്മളിത് ഇനി ഇതിലേക്ക് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. പിന്നെ അതിലേക്ക് ഞാൻ 2 പട്ട എടുത്ത് മുറിച്ചിട്ടിട്ടുണ്ട്, ഒരു 5-6 ഏലക്ക ഇട്ട് കൊടുത്തിട്ട്, അതുപോലെ തന്നെ ഒരു 6 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു തക്കോല ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഷാജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറിലേക്ക്. വലിയ ഉള്ളിയാണെങ്കിൽ പകുതി ഇട്ട് കൊടുത്താൽ മതി. അത് നല്ലപോലെ ഒന്ന് വറുത്തിട്ട് അതിൻ്റെ കളറൊന്ന് വ്യത്യാസമായി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ആദ്യം ചതച്ച് വെച്ചതിന് 2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ പാടെ ചതച്ചത്. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും പാടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുതിനയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കുക, ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും ചോറിനാണെങ്കിലും. ഈ ചോറ് തനിയെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്, സമയം ഒരുപാട് വൈകിയ കാരണം കൂടി ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തിളപ്പിച്ച വെള്ളം ഒഴിക്കണം എന്ന് ഒരു നിർബന്ധമില്ല, സാധാ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു മുറി ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഞാൻ ഒരു പാത്രം അരി എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പാത്രത്തിന് 1.5 പാത്രം വെള്ളമാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. ഞാൻ സാധാരണ 1.5 പാത്രം വെള്ളം എടുക്കൽ കേട്ടോ. ഞാൻ എടുക്കുന്നത് ജീരകശാല അരി പിന്നെ മലബാർ ബിസ്മി, 2 കൊണ്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കൽ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ തിള വന്നിട്ടുണ്ട്. നല്ലപോലെ തിളച്ചതിന് ശേഷം വെള്ളം വാർന്ന് അരിഞ്ഞ ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളങ്ങനെ ഒരുപാട് ഇളക്കലില്ല. ഇപ്പോഴത്തെ ഈ ഫസ്റ്റത്തെ ഇളക്കൽ മാത്രം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇത് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇത് തിള വരുന്നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കുക. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇപ്പോൾ അതാ 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലപോലെ അരി തിളച്ച് വന്നിട്ടുണ്ടാകും. നമ്മൾ അടുപ്പ് ഏറ്റവും വലിയ അടുപ്പിൽ തന്നെ ചോറ് വെക്കാൻ തുടങ്ങുക കേട്ടോ. ചെറിയ അടുപ്പിൽ കൊണ്ടുപോയിട്ട് ചോറ് വെക്കരുത്, അപ്പോഴാണെങ്കിൽ നമ്മുടെ ചോറ് വെന്തളിഞ്ഞ് പോവുള്ളൂ. ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന അടുപ്പിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അടുപ്പിൽ തന്നെ വെക്കുക, ഇല്ലെങ്കിൽ പുറത്ത് അടുപ്പ് സൗകര്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക. ഇപ്പോൾ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ ഇനി വെക്കുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചോറ് നല്ലപോലെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിൻ്റെ ഇടയിൽ ഇളക്കിയിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചോറ് വെന്ത് കിട്ടും. പക്ഷേ ആവി പുറത്ത് പോകരുത് കേട്ടോ. അങ്ങനെ ആവി പുറത്ത് പോകുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ തട്ട് വെക്കുമ്പോൾ അതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു കനം വെച്ചാൽ മതി. ഇനി ഒരുപാട് കുത്തി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആ സമയമൊക്കെ നമ്മുടെ ബീഫും നല്ലപോലെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചട്ടിയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചോറും ആയിട്ടുണ്ട്, മസാലയും ആയിട്ടുണ്ട്. ഇനി ദമ്മിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനത് ദമ്മിടുന്നത് നമ്മൾ ബീഫ് വെച്ച ചട്ടി തന്നെയാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചട്ടീൻ്റെ മേൽഭാഗത്തെ ചോറ് ഇങ്ങനെ അടിയിലിട്ട് കൊടുക്കുക. അടിയിലിട്ട് കൊടുക്കുമ്പോൾ തിരിച്ചത് അങ്ങനെ കോരിയിട്ട് മേൽഭാഗം ഇങ്ങനെ കമിഴ്ത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മേൽഭാഗത്തെ ചോറ് അടിയിൽ പെടും. പകുതി ചോറ് ഞാൻ അടിയിലിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ മല്ലിയില പുതിനയില ഗരം മസാല നമ്മൾ വറുത്ത് വെച്ച ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ നിങ്ങൾക്ക് ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്തെങ്കിലും എസൻസ് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. അതൊക്കെ ചെയ്യാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിട്ട് നമ്മൾ നടുവിൽ മസാല ഇടുക. മസാല അതേപോലത്തെ ലൂസേ പാടുള്ളൂ, ഒരുപാട് ലൂസാകാൻ പാടില്ല, ഒരുപാട് കട്ടിയാകാനും പാടില്ല. നമ്മൾ മസാല എല്ലാ ഭാഗത്തും ചോറിൻ്റെ ഇട്ട് കൊടുക്കുക. ഏത് ഭാഗത്തും ചോറ് കോരുമ്പോഴും ആ ഭാഗത്തും മസാല കിട്ടണം, അതേപോലെ ഇട്ട് കൊടുക്കുക. അങ്ങനെ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള ചോറും കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഈ പറഞ്ഞ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. മേൽഭാഗത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. നമ്മൾ ദമ്മ് ഇങ്ങനെ തുറക്കണ സമയത്ത് അടിപൊളി ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതും ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പൊട്ട് പോലും ഇതിൻ്റെ ഫ്ലേവർ ആവി പുറത്ത് പോകരുത് കേട്ടോ. പുറത്ത് പോകാതെ ഈ ചോറ് തിങ്ങി നിന്നിട്ട് തന്നെ ആവി മുഴുവൻ അതിൽ തിങ്ങി നിൽക്കണം. അപ്പോഴാണ് പെട്ടെന്ന് ദമ്മായി കിട്ടുള്ളൂ. അതുപോലെ ദമ്മ് ഇടുമ്പോൾ ചോറും നമ്മൾ മസാലയും ഒരേപോലെ ചൂട് വേണം. ഞാനിത് ഇങ്ങനെ തന്നെ ചട്ടിയിലാണ് വെക്കൽ. നിങ്ങൾക്ക് അങ്ങനെ ചട്ടിയിൽ നേരിട്ട് വെക്കാൻ പേടിയുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ദോശച്ചട്ടി എന്തെങ്കിലും ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ വെച്ചാലും മതി. എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് ദം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഒരേപോലെ ചൂടുള്ള കാരണം കൊണ്ട് പെട്ടെന്ന് ദമ്മായി വരും. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫാക്കി. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ വെക്കുക കേട്ടോ. ഫ്ലെയിം ഓഫാക്കി കൂടുമ്പോൾ തന്നെ വിളമ്പരുത്. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വിളമ്പുക. എന്നിട്ട് തുറക്കുമ്പോഴല്ലേ എൻ്റെ പൊന്നോ ഒരു മണമാണെന്നറിയോ. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയിട്ട് കഴിക്കണതിനെക്കാട്ടിയും നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് തന്നെ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഇതൊരുപാട് കൂട്ടുകാർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ, ബീഫ് ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത്. എന്നിട്ട് നമ്മൾ വിളമ്പുമ്പോൾ അത് അതേപോലെ വിളമ്പുക. പറയുന്നത് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് ഞാൻ ചെയ്യുമ്പോൾ അറിയാമല്ലോ. ഇതാ ചോറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒന്നും ഉടയേ ഒട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരെ കൊണ്ട് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഇത് വേറൊരാൾക്കും കൂടി ഉണ്ടാക്കി നോക്കാമെന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ. പിന്നെ ഞാൻ ഇട്ടിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ ഒരുപാട് കൂട്ടുകാരൊക്കെ കണ്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും എന്നെ കൊണ്ട് ഒരുപാട് താങ്ക് യു. അസ്സലാമു അലൈക്കും. ബായ്.